പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇതാ വീണ്ടും ഒരു മെയ് 4 വരുമ്പോൾ ഈ മെയ് 4ന്റെ ചൂടിന് ഒരൽപ്പം ശക്തി, അല്പമല്ല 100-ലധികം ഇരട്ടി ശക്തിയിലാണ് ഈ മെയ് 4ലെ ചൂട് അങ്ങ് പൊള്ളുന്നത് മറ്റാരുടെയും ഹൃദയമല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ, പലതരത്തിലുള്ള കണക്കുകൾ അക്കമിട്ട് നിരത്തി എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെല്ലാത്തിനും ജനങ്ങൾ ഉത്തരം പറഞ്ഞത് എന്ന് തന്നെ വ്യക്തമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പലതരത്തിൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അവർ എന്നെ ആക്രമിക്കാൻ വന്നത്, അതുകൊണ്ട് ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. അതെ, ആ രക്ഷാപ്രവർത്തനത്തിൽ തലയടിച്ചു പൊട്ടിച്ച അന്നു മുതൽ തുടങ്ങി, വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ അന്നു മുതൽ തുടങ്ങി, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അന്നു മുതൽ തുടങ്ങി, TPയെ 51 കഷ്ണങ്ങളാക്കിയ അന്നു തൊട്ട് തുടങ്ങി. മാത്രവുമല്ല, കുഞ്ഞൂന് വെറും നിഷ്കളങ്കനാണ്, അവൻ നീതിമാനായിരുന്നു അന്ന് മുതൽ തുടങ്ങി കേരള ജനതയുടെ തിരിച്ചടിക്ക് നിങ്ങളുടെ കാലം എണ്ണിക്കഴിഞ്ഞു, നിങ്ങളുടെ ദിവസം ഇനി എണ്ണിക്കഴിഞ്ഞു മുഖ്യ എന്ന് പറഞ്ഞത് വെറുതെയല്ല, കൗണ്ട് ഡൗൺ ഇട്ടത് വെറുതെയല്ല. ആ കൗണ്ട് ഡൗണിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ വിജയൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പലകുറി പറഞ്ഞ പിണറായി വിജയൻ ഇതാ തോറ്റ് തുന്നമ്പാടി വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. 2012 മെയ് 4 ആ ദിവസം ഓർമ്മയുണ്ടോ? വീണ്ടും മെയ് 4 മുഖ്യമന്ത്രി തോറ്റ് തുന്നമ്പാടി നിൽക്കുമ്പോൾ ഇത് കേരളത്തിന്റെ അല്ലെങ്കിൽ കർമ്മ തന്നെ എന്ന് പറയേണ്ടി വരും, കാവ്യനീതി എന്ന് പറയേണ്ടി വരും. 2012 മെയ് 4 ഒഞ്ചിയത്തിന്റെ മണ്ണിൽ TP ചന്ദ്രശേഖരൻ എന്ന വിപ്ലവകാരി 51 വെട്ടുവെട്ടി വീഴ്ത്തിയവർക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയായി മാറുന്നു ഈ വോട്ടെണ്ണൽ ദിനം. TPയുടെ 14ാം ഓർമ്മ ദിനത്തിൽ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളം UDFന് പിന്നിൽ അണിനിരക്കുമ്പോൾ അത് വെറും ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ചോരയിൽ മുക്കിയ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ ധീരമായ പ്രതികരണമാണ്. വടകരയിൽ KK രമ നേടിയ തിളക്കമാർന്ന വിജയത്തിനൊപ്പം കണ്ണൂരിലും കോഴിക്കോടും വീശിയടിച്ച UDF തരംഗം CPMന്റെ അടിത്തറ പാടെ തകർത്തിരിക്കുകയാണ്. TPയുടെ കൊലപാതകം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ CPMനെ എങ്ങനെ വേട്ടയാടിയോ അതിനേക്കാൾ വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് ഈ ഓർമ്മ ദിനത്തിൽ അവർ നേരിടുന്നത്. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ടപ്പോൾ പുറത്തുപോയ വിമതർ ഇന്ന് CPMനെ ഞെട്ടിച്ചുകൊണ്ട് വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ G സുധാകരനും നടത്തിയ പോരാട്ടങ്ങൾ പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ വിള്ളലുണ്ടാക്കി. ജനകീയതയെ അവഗണിച്ച് ഏകാധിപത്യവുമായി മുന്നോട്ടു പോയ നേതൃത്വത്തിന് അണികൾ തന്നെ നൽകിയ തിരിച്ചടിയാണ് ഇത്. VS അച്യുതാനന്ദനെയും കോടിയേരി ബാലകൃഷ്ണനെയും പോലെയുള്ള നേതാക്കളെ മറന്ന പാർട്ടിയോടുള്ള പ്രതിഷേധം വോട്ടെണ്ണലിൽ ഉടനീളം പ്രകടമാണ്. VSന്റെ പോരാട്ട വീര്യം, കോടിയേരിയുടെ നയതന്ത്രവും ഇല്ലാതായ CPM TPയെ കൊന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു സംഘമായി മാറിയെന്ന ആക്ഷേപം വോട്ടർമാർ ശരിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് പോലും വോട്ടുകൾ ചോർന്നത് പിണറായിസത്തിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. ജനാധിപത്യ മാർഗത്തിലൂടെ പിണറായിയെ തോൽപ്പിച്ച കേരളം പുതിയൊരു രാഷ്ട്രീയ ദിശ തിരഞ്ഞെടുത്തപ്പോൾ അത് TP ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിയുടെ ഓർമ്മകൾക്കുള്ള വലിയ ആദരവായി മാറിയിരുന്നു. കൊലപാതക രാഷ്ട്രീയത്തെയും ധാർഷ്ട്യത്തെയും കേരളം കൈവിടുന്നു എന്നതിന്റെ തെളിവാണ് ഈ UDF സുനാമി. TPയെ 51 വെട്ടി വീഴ്ത്തിയവർക്കും അതിന് ഒത്താശ ചെയ്തവർക്കും ഇനി രാഷ്ട്രീയ തിരിച്ചടിയുടെ കാലമാണ്. അധികാരത്തിന്റെ തണലിൽ എന്തുമാകാമെന്ന് കരുതിയവർക്ക് ജനങ്ങൾ നൽകിയ ഈ ശിക്ഷ വരും ദിവസങ്ങളിൽ CPMൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി തുറക്കും. കേരളം ചുവപ്പൊഴുകിയ ജനാധിപത്യത്തിന്റെ പുതിയ പുലരിയിലേക്ക് കണ്ണു തുറക്കുമ്പോൾ TPയുടെ ഓർമ്മകൾ കൂടുതൽ തിളക്കത്തോടുകൂടി ബാക്കിയാവുകയാണ്. കേരളം മറന്നിട്ടില്ല ഒന്നും, കേരളം മറന്നിട്ടല്ല ഇത്രയും നാളും കാത്തിരുന്നത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ധാർഷ്ട്യത്തിന് ജനം നൽകിയ പ്രഹരം കൂടിയാണിത്. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന മട്ടിലുള്ള മറുപടിക്ക് ഓരോ വോട്ടർമാരും ബാലറ്റിലൂടെ മറുപടി നൽകി. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ മുതിർന്ന നേതാക്കളെ അപമാനിച്ചതും ഒതുക്കിയതും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കി. ജനകീയ മുഖങ്ങളെ വെട്ടിനിരത്തിയും വ്യക്തിപൂജയ്ക്ക് പിന്നാലെ പോയതും പാർട്ടിയെ ഈ വലിയ തകർച്ചയിലേക്ക് നയിച്ചു. VS അച്യുതാനന്ദന്റെ മകനെ മത്സരരംഗത്ത് നിന്ന് ബോധപൂർവം മാറ്റിയതും കോടിയേരിയുടെ കുടുംബത്തെ അവഗണിച്ചതും സഖാക്കൾക്കിടയിൽ കടുത്ത രോക്ഷമാണ് ഉണ്ടാക്കിയത്. ഈ നേതാക്കൾ പകർന്നു നൽകിയ ഊർജവും സ്നേഹവും ഇല്ലാതായ CPM കേവലം ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറിയെന്ന വിമർശനം ശരിവെക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. നേതാക്കളുടെ അന്ത്യയാത്രയിൽ പോലും അനാദരവ് കാട്ടിയവർക്ക് കാലം കരുതി വെച്ച
മറുപടിയാണിത്. സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകളും മുടക്കിയതും സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റിയതും പാവപ്പെട്ടവന്റെ പെൻഷൻ മുടക്കി ദൂർത്ത് നടത്തിയതിനും ഉള്ള ശിക്ഷ ജനം ബാലറ്റിലൂടെ നൽകി. യുവജനങ്ങളെ വഞ്ചിച്ച PSC നിയമന വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും LDFന്റെ പരാജയത്തിന് ആക്കം കൂട്ടി. വിലക്കയറ്റവും ഭരണകൂട ഭീകരതയും ജനങ്ങളെ UDFന് പിന്നിൽ അണിനിരത്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് മുക്തമായ പുതിയൊരു രാഷ്ട്രീയത്തിന് വഴിയൊരുക്കി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലെനിന്റെ പ്രതിമകൾ വീണതുപോലെ പിണറായി വിജയൻ എന്ന ബിംബം കേരള രാഷ്ട്രീയത്തിൽ തകർന്നടിയുകയാണ്. പാർട്ടിയെ കുടുംബസ്വത്താക്കി മാറ്റാൻ നോക്കിയവർക്കുള്ള അന്ത്യശാസനമാണിത്. TP ചന്ദ്രശേഖരൻ എന്ന പോരാളിയെ കൊന്നതുകൊണ്ട് അയാളുടെ ആശയങ്ങളെ കൊല്ലാൻ കഴിയില്ലെന്ന് ഈ ഫലം തെളിയിക്കുന്നു. 51 വെട്ടുകൾ 51 കഷ്ണങ്ങളായിരുന്നു എന്നാണ് ആ മുഖം അവസാനമായി തുന്നിക്കൂട്ടിയ പോസ്റ്റ്മോർട്ടം ചെയ്ത അവസാനം അവിടുത്തെ അറ്റൻഡർ പറഞ്ഞത്. 51 കഷ്ണങ്ങൾ ഏറ്റിട്ടും തളരാതെ പോരാട്ട വീര്യം KK രമയിലൂടെ മറ്റ് വിമത നേതാക്കളിലൂടെയും ഇന്ന് കേരളം വീണ്ടും കാണുകയാണ്. ചോരയിൽ മുഖ്യ രാഷ്ട്രീയത്തിന് ഇനി ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന പ്രഖ്യാപനമാണിത്. ഭരണമാറ്റത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ UDF ക്യാമ്പുകളിൽ ആവേശം ഉയരുകയാണ്. അഹങ്കാരത്തിന് മേൽ ജനാധിപത്യം നേടിയ വൻ വിജയമായി ഈ ഫലം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾക്ക് ഈ ജനവിധി സാക്ഷ്യം വഹിക്കും. ആരായിരുന്നു TP ചന്ദ്രശേഖരൻ? CPMലെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയും പാർട്ടിയിലെ മൂല്യച്യുതികൾക്കെതിരെയും ധീരമായി നിലകൊണ്ട വിപ്ലവകാരിയായിരുന്നു TP. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായും ഒഞ്ചിയം ഏരിയ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം പാർട്ടിയുടെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ പ്രതികരിച്ചതിനാലാണ് നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി മാറിയത്. 2008 പാർട്ടി വിട്ട RMP രൂപീകരിച്ച അദ്ദേഹം ജനകീയ അടിത്തറയുള്ള നേതാവായി മാറി. 2012 മെയ് 4 രാത്രി 51 വെട്ടേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്.